ഒരുപാട് ബ്യൂട്ടിഫുൾ പവർഫുൾ ഫേസസ് ഉള്ള ഒരു ക്രിയേഷനാണ് വിമൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഓരോ ഫേസിലും അത് ഓറൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ പ്യൂബർട്ടി. ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണം ബ്ലീഡിങ് ഗംസും മോണയ്ക്ക് നീരും വെക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. ആ ഒരു സമയം മുതൽ നമ്മൾ ഡെന്റൽ ക്ലീനിങ്, അതായത് സ്കെയിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ മെൻസ്ട്രേഷൻ ഡേയ്സ്, ആ ഒരു ടൈമിൽ മൗത്ത് അൾസേഴ്സ് വരുന്നത് ഭയങ്കര കോമൺ ആണ്. ഇപ്പോൾ മൗത്ത് അൾസറിന് നമുക്ക് ജെൽസ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലീഡിങ് ഗംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ക്ലീനിങ് ഒക്കെ പോകാവുന്നതാണ്. പിന്നെ ഉള്ളതാണ് പ്രഗ്നൻസി. ഭയങ്കര അടിപൊളി ബ്യൂട്ടിഫുൾ ഫേസ് ആണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് പല്ലുവേദന വന്നാൽ അത് എത്രത്തോളം ദുരിതമാണെന്നുള്ളത് വന്നവർക്കറിയാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ മാത്രമേ ട്രീറ്റ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രഗ്നൻസിക്ക് പ്രയറായിട്ട് ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഡെന്റൽ ചെക്കപ്പ് നിങ്ങൾ പ്രഗ്നൻസിക്ക് മുന്നേ ഒന്ന് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളതാണ് പോസ്റ്റ്മോർട്ടം സിറ്റുവേഷൻ. പോസ്റ്റ്മോർട്ടം സിറ്റുവേഷനിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷേ നമ്മുടെ കാൽഷ്യം ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് സ്ലീപ്ലെസ് നൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ മൗത്ത് ഉണ്ടാവാനും ബ്ലീഡിങ് ഗംസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്. അപ്പോൾ നമുക്ക് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ തരുന്നത് കറക്റ്റായിട്ട് തന്നെ എടുത്തു പോവുക. പിന്നെ ഉള്ളതാണ് മെനോപോസൽ സ്റ്റേജ്. ഈസ്ട്രജൻ ലെവൽസ് ഭയങ്കരമായിട്ടും ലോ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ മൗത്ത് ഉണ്ടാവാനും നമ്മുടെ വായിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ബ്ലീഡിങ് ഗംസ്, മോണയ്ക്ക് നീര് വെക്കാനുള്ളത്, ചുവന്ന കളറിലെ മോണ, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ നമ്മളൊരു ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിഹാരങ്ങളുണ്ട്. കാരണം മോണയൊക്കെ ഹെൽത്തി ആയിട്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ പല്ല് പൊടിഞ്ഞു പോകാൻ അല്ലെങ്കിൽ പല്ല് ആടിപ്പോകാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഡെന്റിസ്റ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്യുക, എല്ലാത്തിനും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഈ വിമൻസ് ഡേയിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ കൺസിഡർ ചെയ്യുക. ബിക്കോസ് യു മാറ്റർ, യുവർ സ്മൈൽ മാറ്റർ, യുവർ ഹെൽത്ത് മാറ്റർ. നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ ചുറ്റുമുള്ളവരും ഹെൽത്തി ആവുള്ളൂ. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ബാക്കി എല്ലാവരും ഹാപ്പി ആക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. സോ ഹാപ്പി വിമൻസ് ഡേ എവ്രിവൺ.